കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, 23 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. എന്നാൽ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാഴ്ചപ്പാടുകളെ വിവരിച്ചു തരികയാണ്. ആദ്യ വായനയിൽ നമ്മൾ കാണുകയാണ്, ഗിദെയോൻ തൻ്റെ ബലഹീനതകളെക്കുറിച്ച് പറയുകയാണ്. നമുക്കെല്ലാം ബലഹീനതകളുണ്ട്, എല്ലാ മനുഷ്യർക്കും ബലഹീനതകളുണ്ട്. മനുഷ്യരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കെല്ലാം നമ്മുടേതായ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഗിദെയോനെ കർത്താവ് തെരഞ്ഞെടുത്ത്, ന്യായാധിപനായ ഗിദെയോനെ തെരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരിൽ നിന്നും മോചിപ്പിക്കും, നിന്നിലൂടെ ഞാൻ അവരെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മിദ്യാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗിദെയോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്ക് എങ്ങനെ ഇതിന് സാധിക്കും? എനിക്ക് രക്ഷിക്കാൻ പറ്റുമോ? മനാസെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലമായ ഗോത്രമല്ലേ എൻ്റേത്? അല്ലെങ്കിൽ ഞാൻ എന്തൊരു ബലഹീനനാണ്, എനിക്കെങ്ങനെ ഇത് സാധിക്കും എന്ന് ഗിദെയോൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ, ദൈവസ്വരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബലഹീനതകളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് പലതും ഇതെങ്ങനെ സാധിക്കുമെന്നുള്ള ആലോചനകൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുമ്പോഴും മാനുഷികമായ പരിമിതികളുടെയും മാനുഷികമായ അസ്വസ്ഥതകളെയും മാനുഷികമായി അതിജീവിക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന ചില സങ്കീർണമായ ജീവിതത്തിൻ്റെ കഠിനമേറിയ അനുഭവങ്ങളുടെ നടുവിലൊക്കെ നിൽക്കുമ്പോഴും മനസ്സ് നമ്മളോട് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ഇന്നലെ കണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഇതെങ്ങനെ പറ്റും? ഇത് നടക്കോ? ഇത് സാധിക്കുമോ? നമുക്കിത്ര കുറവില്ലേ? നമുക്കിത്ര ബലഹീനതകളില്ലേ? നമ്മുടെ അവസ്ഥ ഇങ്ങനെയല്ലേ എന്നൊക്കെയുള്ള മാനുഷികമായ ചിന്ത നമ്മളെ ഭരിക്കാൻ സാധ്യതയുള്ളപ്പോഴും കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ബലഹീനതകളിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ശക്തമായി ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഗിദെയോൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ നോക്കിയോ, ദൈവദൂതൻ അവിടെ നിന്നു. ഒരു അടയാളം ചോദിക്കുന്നുണ്ട്, ദൈവദൂതനാണോ എന്നൊരു അടയാളം വേണമല്ലോ. ഗിദെയോൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ദൂതനാണെങ്കിൽ ഞാൻ പോയി അപ്പവും മാംസമൊക്കെ റെഡിയാക്കി വരുന്നത് വരെ നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അടയാളം ചോദിക്കുന്നു, വെയിറ്റ് ചെയ്യാണ് അവിടെ, ഗിദെയോൻ തിരിച്ചു വരുന്നത് വരെ. അപ്പോൾ മാനുഷികമായ ബലഹീനതകളിൽ പോലും കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ യാചിച്ചപ്പോൾ അവിടെ ദൈവസ്നേഹത്തിൻ്റെയും കർത്താവിൻ്റെ കരുതലിൻ്റെയും ഒക്കെ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഗിദെയോനെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു ന്യായാധിപനായി ഇസ്രായേൽ ജനത്തെ മിദ്യാൻകാരുടെ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി അവനെ കൈപിടിച്ച് നടത്തുന്നത്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഏറ്റവും ശക്തമായൊരു കാഴ്ചപ്പാടിലേക്ക്, ആത്മീയ കാഴ്ചപ്പാടിലേക്ക് വചനം നമ്മൾ കൊണ്ടെത്തിക്കുക.
ഈശോ ഭൗതിക സമ്പത്തിനെ കുറിച്ചും ഹൃദയം കർത്താവിൽ നിന്നകന്ന് സമ്പത്തിൽ ഉടക്കിപ്പോയാൽ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്പത്തിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ പറഞ്ഞ് ഈ ലോകത്തിൻ്റെ സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യമാണ്, ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇതെങ്ങനെ എങ്കിൽ പിന്നെ മനുഷ്യർക്ക് ഇതെങ്ങനെ സാധിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ? മനുഷ്യർക്ക് എങ്ങനെ പറ്റും? മനുഷ്യൻ്റെ കഴിവുകൊണ്ട് പറ്റോ? സാമർഥ്യം കൊണ്ട് പറ്റോ? അധ്വാനം കൊണ്ട് പറ്റോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പം അതിന് കർത്താവ് പറയുന്ന ഒരു ഉത്തരവുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. അപ്പം നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ബലഹീനതകളിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലേക്കും ദൈവത്തിൻ്റെ ശക്തിയിലേക്കാണ് നോക്കണ്ടേ. മാനുഷികമായി അസാധ്യമായിരുന്ന നമ്മുടെ രക്ഷയാണ് പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് സാധ്യമാക്കി തന്നത്. തീർച്ചയായിട്ടും മാനുഷികമായിട്ട് നമുക്ക് ഒത്തിരി അസാധ്യതകളുണ്ട്, നമുക്ക് പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷ പോലും നമുക്ക് അസാധ്യമായി തീർന്നു എന്നതുകൊണ്ടാണ് സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് ദൈവം മാനവകുലത്തിൻ്റെ രക്ഷ സാധ്യമാക്കി തന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യമായത്. അപ്പം രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരവാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. എല്ലാ ജീവിതാനുഭവങ്ങളിലും ഒരു രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോൾ, എനിക്കിനി രക്ഷയില്ല എന്ന് ജീവിതം എൻ്റെ മുമ്പിൽ പറയുന്ന സാഹചര്യങ്ങളിലും ആ അനുഭവത്തിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് രക്ഷിക്കാൻ കഴിവുള്ളവനിലേക്ക് നോക്കണം. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്. ഇവിടെയാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ വളർച്ചയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആത്മീയമായിട്ട് വിശ്വാസത്തിലൊക്കെ വളർന്നു എന്ന് പറയാൻ പറ്റും. കാരണം പ്രതിസന്ധികളിലേക്ക് നോക്കിയിരിക്കാൻ, വിഷമങ്ങളിലേക്ക് നോക്കിയിരിക്കാൻ, രോഗത്തിലേക്ക് നോക്കിയിരിക്കാൻ, തകർച്ചകളിലേക്കും സങ്കടങ്ങളിലേക്കും ഒക്കെ നോക്കിയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനെ നോക്കിയിരുന്ന് ജീവിതം നശിപ്പിച്ച അനേകര് നമ്മുടെ ചുറ്റുപാടുണ്ട്. എന്നാൽ വിശ്വാസത്തിൻ്റെ കരുത്തെടുത്ത് ആ അനുഭവത്തിലും കർത്താവിങ്കിലേക്ക് നോക്കി ജീവിതത്തെ ആ അനുഭവത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പത്രോസ് ചോദിക്കും, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്ന് ഞങ്ങൾക്കിനി എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് നൽകുന്ന ഉത്തരം എന്താണെന്നറിയാവോ? നിത്യജീവൻ നിനക്ക് അവകാശമായിട്ട് തരും. ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും തരും എന്നല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിലും കർത്താവിനോടുള്ള ബന്ധത്തിലും കർത്താവിൻ്റെ മുഖം ദർശിച്ച് ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവന് വചനം ഈശോ വാഗ്ദാനം ചെയ്തത് നിത്യജീവൻ നിനക്ക് വാഗ്ദാനമായി തരുന്നു എന്നാണ്. അപ്പോൾ ഭൗതികമായ നേട്ടത്തെക്കാൾ അപ്പുറമായി നിൽക്കുന്ന ഒരാത്മീയ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരാത്മീയ ലക്ഷ്യവും ആത്മീയമായ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈശോ പറയുന്നത് നിത്യജീവൻ നിനക്ക് വാഗ്ദാനമായിട്ട് തരുന്നു. അതുകൊണ്ട് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ, ആത്മീയ മനുഷ്യരായ നമ്മൾ, നമ്മുടെ ബലഹീനതകളിലേക്ക് നോക്കിയിരിക്കാതെ കർത്താവിൻ്റെ കരുണയിലേക്കും സ്നേഹത്തിലേക്കും കർത്താവിൻ്റെ ശക്തിയിലേക്കും മാനുഷികമായി എനിക്ക് അസാധ്യമാകുന്ന വിഷയങ്ങളെ ദൈവത്തിന് സാധ്യമാക്കി തരാൻ എൻ്റെ ആത്മാവിൻ്റെ രക്ഷയുമായി ബന്ധപ്പെട്ടെല്ലാം എൻ്റെ കർത്താവ് സാധ്യമാക്കി തന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ആ രക്ഷയുടെ അനുഭവത്തിലേക്കാണ് സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത്. അത് സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.